പരിശോധിക്കുക. നിങ്ങൾ കൊള്ളാവുന്നവരെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നല്ലോ. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടോ? ഇന്ന് നമ്മെ ദൈവം വിളിച്ചാൽ നമ്മൾ എവിടെ ചെയ്യും? ലാസറിന്റെയും ദൈവന്റെ ഉപമാനങ്ങളൊക്കെയും കർത്താവ് അന്ത്യനാളിനെക്കുറിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റിപ്പോയ ന്യായവിധിയുടെ സമയത്ത് ന്യായവിധിയുടെ സമയത്ത് ഈ ലോകത്ത് ദൈവത്തെ അറിയുവാനുള്ള സാഹചര്യങ്ങളെ നഷ്ടപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യനരകത്തെ പറ്റിയൊക്കെ അവിടെ തിരുവചന ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവചനം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുമെന്ന് 1 പത്രോസ് 1-7 തിരുവചനത്തിൽ പത്രോസ്ലീഹ ഓർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ മാനത്തിനും മഹത്വത്തിനും തേജസ്സിനും അത് ഇടവരുത്തും പേഴ്ചയ്ക്കും ഇടവരുമെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിടെ ഏതവസ്ഥയിലാണെന്ന് കടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് സ്വയം നമ്മൾ തന്നെ പരിശോധിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ വിളിച്ചാൽ നമ്മൾ ഒരുക്കുന്നവരായി കടന്നു പോകുവാൻ നമ്മൾ അതിനുള്ള 25-ാം അധ്യായത്തിലെ 10 കന്യകമാരുടെ ഭൂമിയിലൂടെ കർത്താവ് നമ്മൾ ഓർപ്പിക്കുന്നു. 10 പേരും മണവാളനെ എതിരേൽപ്പാനായി നിന്നു. എന്നാൽ 10 പേരിൽ 5 പേർക്ക് മാത്രമേ മണവാളൻ കടന്നു വന്നപ്പോൾ മണവാളനോടൊത്ത് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചുള്ളൂ. ഈ തിരുവനന്തപുരം നമുക്ക് ഏവർക്കും അറിയാം. അവിടെ വലിയ കുറവായിരുന്നു 5 പേർക്ക്. 5 പേർക്ക് ഉണ്ടായിരുന്ന കുറവ് ഒരു ചെറിയ കുറവേ ഉള്ളൂ. എണ്ണയില്ലായിരുന്നു എന്നുള്ളവർക്ക് ഒരു ചെറിയ കുറവ്. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന പൂർണ്ണമായ ഒരു ഒരുക്കത്തെയാണ്, പൂർണ്ണതയാണ് നമ്മളിലൂടെ കാണുന്നത്. നമ്മൾ പൂർണ്ണമായ ഒരു ഒരുക്കത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? പ്രിയപ്പെട്ട പിതാവ് നമ്മളിൽ നിന്ന് കടന്നുപോയി ഇതുപോലുള്ള അവസരങ്ങളിലേക്കെങ്കിലും നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഒന്ന് ശോധന ചെയ്യുക. നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇന്ന് പ്രിയപ്പെട്ട നമ്മൾ കടന്നുപോയി ഈ ലോകത്തിൽ തിരുവചനം പഠിച്ചാൽ വേർപാടിനെ കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. 25-ാം അധ്യായത്തിന്റെ 8-9 തിരുവചനത്തിൽ അബ്രഹാം വയോധികനും കാലസമൃദ്ധനുമായി നല്ല വാർദ്ധക്യത്തിൽ മരിച്ച് സ്വജനത്തോട് ചേർന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ 29-ാം വാക്യത്തിൽ യിസ്ഹാക്ക് വയോധികനും കാലസമൃദ്ധനുമായി സ്വജനത്തോട് ചേർന്നു. 49-ാം അധ്യായത്തിലേക്ക് 33-ാം വാക്യം നോക്കിയാൽ അവിടെ യാക്കോബ് വാർദ്ധക്യത്തിൽ തന്റെ സ്വജനത്തോട് ചേർന്നു എന്ന് കാണുക. സ്വജനത്തോട് ചേരുന്നതായ ഒരനുഭവം, ഈ അനുഭവം കർത്താവിൽ മരിക്കുന്നവർക്ക് മാത്രം ഉള്ളൂ എന്നുള്ള സത്യത്തെ നമ്മൾ ഓർക്കണം. മരണത്തിന് ഭയപ്പെടേണ്ട കാര്യമുള്ള കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ സുധാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട്. ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കി വീണ്ടും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിനെ നിങ്ങളെ ചേർത്തുകൊള്ളാം. വലിയ പ്രത്യാശയുടെ വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കർത്താവ്. അതിനെ കഴിഞ്ഞ ഓറങ്കയിലേക്ക് തിരുവനന്തപുരം ഭാഗത്ത് 42-ാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് എപ്പോഴും ഓരോന്ന് അറിയാവുകയാൽ നമ്മൾ ഉണർന്നിരിപ്പി. നമ്മൾ ഒരുക്കമുള്ളവരാണോ എന്ന് സ്വയം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കർത്താവിനെ മരിച്ച ഭക്തന്മാർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവിൽ മരിച്ചവർക്ക് മാത്രമേ ഈ ഭക്തന്മാരോട് ചേരുന്നതായ ഈ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ. സഭ പഠിപ്പിക്കുന്നതും സഭ പ്രാർത്ഥിക്കുന്നതും കർത്താവിൽ മരിച്ചവർക്കാണ്. അതാണ് നമ്മളിങ്ങനെ പറയുന്നത്, കർത്താവേ നിൻ ശരീരങ്ങൾ കൈക്കൊണ്ടോവേ മരിച്ചോർ കാരണമേ നിർമ്മ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ
1 മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നു, കൂടാരമാകുന്ന എൻ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത ഒരു നിത്യഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. കൂടാരമാകുന്ന ഈ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത ഒരു നിത്യഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. അത് പൗലോസ് അപ്പോസ്തലന് പറയുവാൻ സാധിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ കൽപ്പന തന്നെ വിളിച്ച നാളുകൾ മുതൽ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ ഇടയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് മരിക്കുന്നത് ലാഭവും, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നാളെ എപ്പോൾ ഏത് സമയത്തും ദൈവം നമ്മെ വിളിക്കാം. ദൈവം നമ്മെ വിളിച്ചാൽ നമ്മളെവിടെ ചെവിടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നിറങ്ങി തന്റെ സിംഹാസനത്തിലിരുന്ന് സകല യാതൊകളെയും തന്റെ മുന്നിൽ കൂട്ടുന്നതായ ഒരു മഹനീയമായ ഒരു സമയമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25:31 മുതലുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ച് അവിടെ കാണുവാൻ സാധിക്കും. സകല യാതൊകളെയും തന്നെ മുൻപിൽ കൂട്ടും. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും കൂട്ടുന്ന ഒരു മഹനീയമായ ഒരു സമയം. തന്റെ വലത്തുള്ള ചെമ്മരിയാടുകളോട് കർത്താവ് പറയുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളി. എന്നിട്ട് അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ ചെയ്ത നന്മ പ്രവർത്തികളെ പറ്റി അവിടെ പറയുകയാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ കാണുവാൻ വന്നു, ഞാൻ തടവിലായി, നിങ്ങൾ വന്നുകൊണ്ടു. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ന്യായസന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ, അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ അവരാൽ ചെയ്ത നിലവായാലും തേവായാലും അതിന് തക്കമായ പ്രബോധനം വാങ്ങുവാൻ നാം കടന്നു ചെല്ലേണ്ടവരാണ്. അതിന് 2 കൊരിന്ത്യരിൽ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തെ പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിക്കുന്ന തിരുവചനഭാഗമാണ്. അപ്പോൾ അതിനെ എടുത്തു പറയുന്നു, ഇതൊന്നും നിങ്ങൾ എനിക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അനുഭവം, നിത്യനരകത്തിന്റെ അനുഭവത്തിലേക്ക് തള്ളപ്പെടുന്നതായ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലും സ്വയം നമ്മളെ തന്നെ പരിശോധിക്കുകയും നമ്മളെ തന്നെ ശോധന ചെയ്ത് ദൈവത്തിന് കൊള്ളാവുന്നവരായി പൂർണ്ണതയിൽ ദൈവകൽപ്പനകൾക്കനുസരണം ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. തമ്മിൽ സ്നേഹമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. ദൈവിക വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഇന്ന് നമ്മൾ ഈ പിതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയും നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം ഇന്ന് പിതാവ് പോയി നാളെ നമ്മൾ പോവും, എപ്പോഴെന്നറിയുന്നില്ല. ഒരുങ്ങിയിരിക്കുക. എപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നെന്ന്. കർത്താവിൻ ഗംഭീരനാഥോളം പ്രധാനന്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, കാലനാഥോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും കർത്താവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്നവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതായ ആ മഹനീയമായ ആ സമയത്തെ അവിടെ വെച്ച് പിതാവിനെ നമുക്ക് നേരിൽ കാണണം, അല്ല കാണണം എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുട്ടിയിൽ കുടുംബ അംഗമായിരുന്ന ഞങ്ങളുടെ ഒരു പിതാവ് ഇന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു തലമുറ, സ്നേഹം പങ്കുവെച്ച ഒരു തലമുറ ഞങ്ങളെ വിട്ടു പിരിയുകയാണ്. അത് നമുക്ക് വേദനാജനകമായ ഒരനുഭവം തന്നെയാണ്. സ്നേഹത്തിന്റെ തലമുറ, നമ്മുടെ പിതാക്കന്മാരെ നമ്മളെ കാണിച്ചു തന്നതായ സ്നേഹത്തിന്റെ തലമുറയായി നമ്മൾ വളരുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തമ്മിൽ സ്നേഹമുള്ളവരായി പൂർവ്വപിതാക്കന്മാരെ കുറ്റിയിൽ കുടുംബ യോഗത്തെ ഒന്നിപ്പിച്ച് കുറ്റിയിൽ ഫാമിലി ടെസ്റ്റ് എന്ന നാമധേയം നൽകി നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നതായ ആ കുടുംബയോഗത്തിന്റെ കുടുംബ ടെസ്റ്റിന്റെ അംഗങ്ങളെല്ലാവരും എന്നും ഈ പിതാക്കന്മാരെ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൽ തുടരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറ്റിയിൽ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി, എല്ലാ അംഗങ്ങൾക്കു വേണ്ടിയും ഈ പ്രിയ പിതാവിന്റെ വേർപാടിലെ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ അവസരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു പാട്ട് ഇപ്പോൾ നമുക്ക് പാടാം.
പാടിടുവാൻ സന്തോഷത്തോടെ പാടിയിടും ഞാൻ ദോഷമായി ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. ശാലും നഷ്ടമേറി വന്നാൽ
ഇപ്പോൾ ബഹുമാനപ്പെട്ട സന്തോഷ് ചെറുകരത്ത് അച്ഛന് അനുശോചന വാക്കുകൾ അറിയിച്ച് സംസാരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ദുഃഖഭവനത്തിൽ നാം ആയിരിക്കുന്ന ഈ നിമിഷം ക്രിസ്തീയ ജീവിതത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യാശ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആശ്വാസത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മരണം നിശ്ചയമാണ്. എന്നാൽ ഏത് സമയത്ത് ആകുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ എപ്പോഴാണോ, എവിടെ വെച്ചാണോ, എങ്ങനെയാണോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുകയില്ല. എന്നാൽ അവ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആകയാൽ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യത്തേത് മരണമാണ്. ഈ മരണത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് മനുഷ്യ ജീവിതത്തെ, തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നത്. അമർത്യനാണ് എങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനോ, ജീവിതം അവസാനിക്കുമ്പോൾ
എനിക്ക് ഒരു ലോകമുണ്ട് എന്നുള്ള ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ക്ഷണഭംഗുരമായ ജീവിതത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുവാനും യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സൃഷ്ടികളായ നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടവെന്ന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. എവിടെയാണ് യേശു ആയിരിക്കുന്നത് അവിടെ നാമം ആയിരിക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹമാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ കുറിച്ചുള്ളത്. പിതാവായ ദൈവത്തോട് അഭിയാചനയിലെ പുത്രനമ്പുരാൻ പറയുന്ന പ്രകാരം നിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ എൻ്റെ ജനം എൻ്റെ കൂടെ ഇരിക്കണം. അപ്പോൾ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ്റെ കൂടെ അവനോട് ചേർന്നിരിക്കുന്ന ഒരു സമൂഹത്തെയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതം എന്ന് പറയുന്ന യേശുവിനോട് ചേർന്നുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ വിട്ട് ലോകത്തിലുള്ള ജീവിതത്തെ വിട്ട് മരണത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് യേശുവിനോട് അടുക്കുവാനുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ള ബോധ്യം ഹൃദയത്തിൽ വരുമ്പോഴാണ് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പാട്ടുകളൊക്കെ പ്രത്യാശയുടെ പാട്ടുകളാണ്, പ്രത്യാശ ഗീതങ്ങളാണ്. അതിൻ്റെയൊക്കെ അവസാന വരയിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് മറ്റൊരു ദേശത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ചേർന്നുള്ള ജീവിതം അല്ലെങ്കിൽ യേശുവിന്റെ വരവിനെ കുറിച്ചൊക്കെയാണ് ആ പാട്ടുകളെ പ്രകീർത്തിക്കുന്നത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ആരാധിക്കുവാൻ വേണ്ടിയാണ്. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ ആരാധനയാണ് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ പ്രമേശ്വതാവിൽ പ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, കർത്താവെ നിന്നെ സ്തുതിക്കുവാനായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ 10 കമ്പിയുള്ള കിന്നരത്തെക്കുറിച്ച് എനിക്ക് അനുകമ്പ തോന്നണമേ. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവെ നിന്നെ സ്തുതിക്കുവാനായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 10 കമ്പിയുള്ള കിന്നരം, നിന്നെ ആരാധിക്കുവാൻ നിന്നോട് പ്രാർത്ഥിക്കുവാനായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്ന പ്രകാരം നന്മ ചെയ്യുവാനും യേശുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. എന്നാൽ മരണമുഖാന്തരമായിട്ട് ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങൾ മാറ്റപ്പെട്ടു പോകുമെന്നുള്ള ബോധ്യം മനുഷ്യജീവിതത്തെ ഭയപ്പെടുത്തുന്നതെന്നല്ല, പിന്നെയോ ആരാധനയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതാണ്. ആകയാൽ അങ്ങനെയുള്ള ആരാധനകളിലായിട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. താൽക്കാലികമായ ഈ ഭൗമിക ഭവനം നമ്മളൊന്ന് മാറിപ്പോയാലും പൗലോസ്ലീഹയുടെ ഭാഷയിലെ കൈപ്പണിയല്ലാത്ത ഭവനത്തിലേക്കാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നത് പറയുമ്പോൾ ജീവിതത്തേക്ക്, ഈ ലോകത്തിലെ ജീവിതത്തെക്കാട്ടിലും പ്രാധാന്യം നൽകിയിരിക്കുന്നത് യേശുവിനോട് ചേർന്നുള്ള ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹേ മരണമേ നിന്റെ ജീവനോടെ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നമുക്കത് അർത്ഥപുഷ്ടമായ ഒരു കാര്യമാണ്. മരണത്തേക്കാൾ അപ്പുറമായിട്ട് എനിക്കൊരു ജീവിതമുണ്ട്. മരണം എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്നല്ല, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന വസ്തുതയല്ല മരണം. അതിനേക്കാൾ അപ്പുറമായിട്ട് മരണത്തിൽ നിന്ന് എനിക്കൊരു ഉയർച്ചെഴുന്നേൽപ്പുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഉയർച്ചെഴുന്നേറ്റതുപോലെ ഞാനും കാഹളം ധനിക്കുമ്പോൾ ഉയർച്ചെഴുന്നേൽക്കുമെന്നുള്ള ബോധ്യം, ഞാൻ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ബോധ്യം പൗലോസ്ലീഹയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ലേഖനത്തിലൂടെ ആവർത്തിച്ച് പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയമോടെ, നിന്റെ വിഷമോടെ ഒരിക്കലും നീ എന്നെ കീഴ്പ്പെടുത്തുകയില്ല, ഒരിക്കലും നിനക്കെന്നെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ നിന്നെ കീഴ്പ്പെടുത്തും, കാരണം ഞാൻ മരിക്കുകയില്ല, മരിച്ചാലും ഞാൻ ഉയർച്ചെഴുന്നേൽക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ജീവനോടെ ഇരുന്നാലും മരിച്ചുപോയാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ജീവനോടെ ആയിരുന്നാലും ഈ ലോകത്ത് നിന്ന് ശരീരം വിട്ടുപോയാലും ഞങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ആരാധന ഒരിക്കലും അവസാനിക്കുകയില്ല. മരണമെന്ന് പറയുന്ന ശക്തിക്ക് ഈ ആരാധനയെ തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല.
കാരണം ഞാൻ മരിച്ചാലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ബോധ്യം പൗലോസ്ലീഹ നമ്മളോട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ജീവനോട് ഇരിക്കുന്ന സമയത്തായാലും ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയ വിശ്വാസത്തോടുകൂടി വാങ്ങിപ്പോയ അവസ്ഥയിലായാലും അവർ ദൈവത്തെ നിരന്തരമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യജീവിതത്തിന്റെ സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ ആരാധനയാണ്. ഈ ദാസനെ പിതാവിനെ സംബന്ധിച്ച് ഇത്ര വർഷക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു അനുവദിച്ചു. മക്കളെയൊക്കെ കാണുവാൻ തക്കവണ്ണം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഒക്കെയുള്ള സാഹചര്യം ലഭിച്ചു. എന്നാൽ ഇനി മുമ്പിലുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്, മനുഷ്യ ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന സമയത്ത് നിന്റെ കാല് ഉറച്ചു നിൽക്കുമോ? കർത്താവ് വരുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും സംശയമില്ല. യേശുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച്, സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി നമ്മൾക്ക് ആർക്കും ഒരു സംശയമില്ല. യേശു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ചോദിക്കുന്നു, ലേഖനത്തിലും അതുപോലെ വെളിപാട് പുസ്തകത്തിലൊക്കെ കാണുന്ന പോലെ അവൻ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്ത് വരുമ്പോൾ പ്രിഫറൻസ് മരിച്ചവർക്കാണ്. മരിച്ചവർ മുമ്പ് മരിച്ചു നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്ക് നമുക്ക് രൂപാന്തരം ഉണ്ടാകുകയും ചെയ്യുന്നു. അവിടെ മുൻഗണന മരിച്ചവർക്കാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവർ തേജസ്വീകരിക്കപ്പെട്ട യേശുവിനെ എതിരേൽക്കുവാനായിട്ട് മധ്യാകാശത്തിലേക്ക് അവർ എടുക്കപ്പെടുകയാണ്. കർത്താവ് വരുമ്പോൾ അകലം ധനിക്കുമ്പോൾ ജീവൻ തുടിക്കുന്ന അവസ്ഥയിലേക്ക് നാം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നാം ജീവനോടെ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനവഴിയായിട്ട് അനുഗ്രഹങ്ങളോട് നാം ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ഒരു അമർത്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഞാൻ ജീവനെ നൽകുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ തരുന്ന ജീവനെന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫാണ്. ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു പോകും. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തു, നല്ലൊരുവനായ യേശു നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആകയാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വലിയ ന്യായവിധിയിലേക്ക് ഉള്ള ഒരു സമീപനം നാം ഇപ്പോഴും ഓർക്കണം. മനുഷ്യ ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന സമയത്ത് എന്റെ കാല് ഉറച്ചു നിൽക്കുമോ? അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനുമില്ല. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കർത്താവായ യേശു ക്രിസ്തു ന്യായം വിധിക്കുകയാണ്. വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, പണമൊന്നും യാതൊരു ക്രൈറ്റീരിയമല്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിനോട് വെളിപ്പെടുന്നത് പോലെ അവനവൻ ശരീരിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീരാണെങ്കിലും അതിന് അക്കൗണം പ്രാപിപ്പാനായിട്ട് ദൈവത്തിന്റെ ന്യായാസന മുൻപാകെ വെളിപ്പെടുകയാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി ഇന്ന് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. അതുകൊണ്ട് വിലാപഭവനം എന്ന് പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട് വിലപിക്കുന്ന ഭവനമല്ല, പിന്നെയോ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന യേശുവിനെ ഒന്നുകൂടി അടുത്തറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ വാക്കുകൾ നിർത്തുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കൾക്ക് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ട് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പിതാവ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ സത്യവചനം മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിച്ച് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്താൽ ഒരിക്കലും നാം നശിച്ചു പോവുകയില്ല, തളർന്നു പോവുകയില്ല. നമുക്ക് സ്വർഗരാജ്യത്ത് ചെന്നെത്തുവാൻ സാധിക്കും. അതിന്റെ വചനങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ളതായ ശേഷിക്കുന്ന ശുശ്രൂഷകൾ ഇപ്പോൾ നടത്തപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സംബന്ധിക്കാവുന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കരുളണമേ, നന്മ